ഒരാൾ കണ്ടില്ലേ 101 രൂപ. അപ്പം ആ പൈസ എന്ന് പറയാൻ ആർക്കാണ് ഇത് കിട്ടിയത് എന്ന് നമുക്ക് ഇന്ന് അറിയാം. ഇപ്പോൾ 3500 പറഞ്ഞിട്ടുണ്ട്. അതിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞ ഒന്നും കണ്ടില്ലേ 2599 രൂപ. 3000 ആ പുള്ളി പറഞ്ഞിരിക്കുന്നത് കൊള്ളാം, നല്ല ഉടായ്പ പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്നതെല്ലാം ഉടായ്പ. ഗൈസ്, നമ്മുടെ A20 നമ്മൾ ആർക്കാണ് ലഭിച്ചതെന്ന് ഒരുപാട് വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. വാട്സപ്പ് വഴി എല്ലാം വിളിച്ചു ചോദിക്കുന്നുണ്ട്. കൊടുത്തോ, ആർക്ക് കൊടുത്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു തീരുമാനത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പ്രൈസ് ആര് തരുന്നോ അവർക്ക് ഈ സ്മാർട്ട് ഫോൺ നമ്മൾ കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാം കണ്ടതാണ് ഞാൻ എവിടെ നിന്നാണ് എടുത്തത്. അപ്പൊ അവർക്ക് ഇതിന്റെ പ്രൈസ് കൊടുക്കണം. ഡിസ്പ്ലേയുടെ ക്യാഷ്, ബോർഡിന്റെ ക്യാഷ്, സപ്ലൈ 2 ബോർഡാണെങ്കിലും അതിനൊക്കെ പൈസ കൊടുക്കണം. ചുമ്മാ ഒന്നും ആരും തരത്തില്ല. അപ്പം അതൊക്കെ നമുക്ക് കറക്റ്റ് ഒരു തുക കിട്ടുന്ന ആൾക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അതിലൊരാളെ നമുക്ക് ആർക്കാണ് ഇത് കിട്ടിയത് എന്ന് നമുക്ക് ഇന്ന് അറിയാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്റെ വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്യണം. വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കാൻ പറഞ്ഞത്. അപ്പൊ വാട്സപ്പ് നമ്പർ ഓപ്പൺ ചെയ്യണം. അപ്പം പ്രൈവറ്റ് ആയിട്ട് എനിക്ക് വേറെ നമ്പേഴ്സ് ഒക്കെ ഉള്ളതുണ്ട്. അത് മറച്ചു വെച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പം ലോഗോ കാണുമ്പോൾ അറിയാമല്ലോ, നിങ്ങൾക്ക് അയച്ചവർക്കൊക്കെ ലോഗോ കാണുമ്പോഴത്തേക്കും വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ലോഗോ ഓപ്പൺ ചെയ്യാത്ത ലോഗോ എല്ലാം ഉണ്ടെങ്കിൽ അവരിങ്ങനെ ക്ഷമിക്കണം. എന്നാലും മാക്സിമം ഞാൻ ഓപ്പൺ ചെയ്യാം. 3000 രൂപയാണ് ഒരാൾ പറഞ്ഞിട്ടുള്ളത്. 3000 രൂപയ്ക്ക് മുകളിലും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. ഒരുപാട് 3500 പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാതെ വല്ലതും പോവുകയാണെങ്കിൽ അവര് ക്ഷമിക്കണം കേട്ടോ. ഒരാൾ 5000 രൂപയാണ് പറഞ്ഞിരിക്കുന്നത് സെറ്റിന്. പിന്നെ പുള്ളി എക്സ്ചേഞ്ചിനും തയ്യാറാണ്. ഏതെങ്കിലും ഫോൺ ഉണ്ടെങ്കിൽ വേറൊരു ഫോൺ പുള്ളിയുടെ ഉണ്ട്, C21Y. അപ്പൊ അതുമായിട്ട് പുള്ളി എക്സ്ചേഞ്ച് ചെയ്യാനും തയ്യാറാണ്. അപ്പൊ അത് അങ്ങനെ റിക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. നമുക്കത് ആലോചിക്കാം. മറ്റാരെങ്കിലും ഇതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ടെന്ന് അറിയണ്ടേ. ഒരാൾ കണ്ടില്ലേ 101 രൂപ. അപ്പം ആ പൈസ എന്ന് പറയുമ്പോൾ ആ ഒരു ക്യാഷ് എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേക്ക് പോലും ആയിട്ടില്ല. ഡിസ്പ്ലേക്ക് ഒറിജിനൽ ഡിസ്പ്ലേക്ക് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. പിന്നെ 3666 നല്ലൊരു നമ്പറാണ്. ഫാൻസി നമ്പർ കടിച്ച് വിട്ടേക്കാണ്. പക്ഷെ കാര്യമില്ല. അത് നമുക്ക് 5000 രൂപ ഞാൻ അതിൽ കാണിച്ചു, ഒരാൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിലും കൂടുതൽ ആരെങ്കിലും അയച്ചിട്ടുണ്ടോ നോക്കാം. 1500 രൂപയാണേ. എനിക്ക് പിന്നെ പ്രൈവറ്റ് ആയിട്ട് വരുന്ന മെസ്സേജുകളോടെ ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വേറെ എനിക്കുള്ള മെസ്സേജ് വരും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മറച്ചു വെച്ചേക്കുന്നത്. ഇതാ 3500 ഒരു ഉസ്താദിന്റെ ലോഗാണ് കിടന്നത്. 3500 പുള്ളിയാണ് ആദ്യം 3500. അവർ 2500 രൂപ. ഞാൻ എല്ലാവരും താങ്ക് യു ഇട്ടിട്ടുണ്ട്. അഥവാ കിട്ടാത്തവരിലുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്തെങ്കിലുമൊക്കെ 3500 രൂപ ഒരാൾ അയച്ചിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ 3500 രൂപയ്ക്ക് ഒരുപാട് പേര് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാടല്ല, കുറച്ച് ആൾക്കാർ 3500 രൂപ 3500 അയച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ടിട്ട് 5000 രൂപയാണ് കൂടുതലായിട്ട് കണ്ടത്. പിന്നെ അതിൽ കൂടുതൽ ആരെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് നമ്മൾ നേരത്തെ കണ്ടതല്ലേ. പിന്നെ ഒരുപാട് എക്സ്ചേഞ്ചും ചോദിച്ചിട്ടുണ്ട്. നോട്ട് 7 പ്രോയുടെ ഒരു വേഴ്സ് ഉണ്ടായിരുന്നു. അത് 1500 രൂപ. A20 1500 രൂപ ഒരാൾ ചോദിച്ചായിരുന്നു. പിന്നെ അയാൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ. പിന്നെ നിങ്ങളുടെ ലോഗോ എല്ലാം നോക്കിക്കോണം. അയച്ചവരുടെ എല്ലാം ലോഗോ ഇല്ലെങ്കിൽ എന്റെ ഇല്ല എന്ന് പറഞ്ഞ് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോണം. ഞാൻ എന്റെ അയച്ച അതിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഒന്നോണം.
കണ്ടില്ലേ, 2599 രൂപ. 3000 തികച്ചില്ല, അല്ല 3600 തികച്ചില്ല, അതിന് താഴെ തന്നെ ഇട്ടു. ഇതാ ഒരാള് ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലേ, 3666. ഞാൻ മാറ്റി മാറ്റി എടുക്കുന്നതുകൊണ്ട് എടുക്കാത്ത ആരെങ്കിലും ഞാൻ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടുകയാണെങ്കിൽ ഒരാൾ 3000 രൂപ അയച്ചിട്ടുണ്ട്. ഒരാൾ 3500. അപ്പൊ ഈ 3500 അയക്കുന്ന എല്ലാവർക്കും എനിക്ക് എടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഒരാൾ 1000 രൂപ അയച്ചിട്ട് ഒരാളെ കാണിച്ചു തരാം. 1000 രൂപ അയച്ചിട്ട് പുള്ളി എന്തെല്ലാം ഡയലോഗ് അടിച്ചെന്ന് കണ്ടോണം. 3500 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കും 2000 രൂപയ്ക്ക്. കണ്ടില്ലേ, അതിൽ കൂടുതൽ എമൗണ്ട് വേറെ ആരും പറഞ്ഞിട്ടില്ല. ഒരു 7000 രൂപയുടെ സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരാള്. നോക്കിയിട്ട് തരാം, ഏതെങ്കിലും വരുമ്പോ നമ്മൾ തരാം. കമന്റ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്താൽ മതി, കുഴപ്പമില്ല. നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാം. കിടില ഫോൺ അടുത്ത പ്രാവശ്യം വരും. ₹1000. കണ്ടില്ലേ, ഇദ്ദേഹമാണ് പൊളി. 1000 രൂപയാണ് സ്വെറ്റിന് പറഞ്ഞത്. നമ്മൾ ഡിസ്പ്ലേയുടെ വില ഒന്നും പുള്ളി നോക്കിയില്ല. പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ 1000 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്നിട്ട് അത് ഞാൻ വേറൊരാളെ 3500 പറഞ്ഞെന്ന് ഒരാൾ അയച്ചപ്പോ ഇട്ട് കൊടുത്തതാണ്. അപ്പൊ പുള്ളി പറഞ്ഞിരിക്കുന്നത് കൊള്ളാം, നല്ല ഉടായ്പ പരിപാടിയാണ് നിങ്ങൾ കാണിക്കുന്നതെല്ലാം. ഉടായ്പ പരിപാടി നമ്മൾ കാണിക്കുന്നതെല്ലാം ഉടായ്പ പരിപാടിയാണ്. എന്റെ എന്നെ ബ്ലോക്ക് ചെയ്ത് എന്റെ ചാനലും താൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് പുള്ളി പോക്കളഞ്ഞത്. ഞാൻ അയാളെ കോണ്ടാക്ട് ചെയ്തായിരുന്നു. ഞാൻ അപ്പൊ തന്നെ അയാളെ വിളിച്ചായിരുന്നു. ഇത് എന്താണ് സംഭവം, നിങ്ങൾ ദേഷ്യപ്പെട്ടു പോകേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ച് ഞാൻ ഒന്ന് സ്വാഭാവികമായിട്ടൊന്ന് വിളിച്ചു നോക്കി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പുള്ളി പറയാണ് നിങ്ങളൊരു യൂട്യൂബർ അല്ലേ, വേറെ എന്തിനാണ് നിങ്ങൾ ഉടായ്പ പരിപാടികളൊക്കെ കാണിക്കുന്നത് എന്നാണ് പുള്ളി പറഞ്ഞത്. കുഴപ്പമില്ല, എനിക്കത് വിഷയമല്ല. ഞാൻ അപ്പൊ തന്നെ ഓക്കെ എന്ന് പറഞ്ഞ് വിട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ നമ്മൾ ചെയ്യുള്ളൂ. ഒരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വല്ല ഇങ്ങനെ ചുമ്മാ തന്നോണ്ടിരിക്കാൻ പറ്റൂല. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ വർക്ക്ഔട്ട് ആക്കി കൊണ്ടുപോകുന്നേ ഉള്ളൂ. എനിക്ക് ചുമ്മാ തരാനായിട്ട് ഒന്നുമില്ല. അപ്പം എനിക്ക് ഇതിൽ നിന്ന് നിങ്ങൾ തരുന്ന പൈസ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പൊ 2 സെറ്റില്ലേ, അപ്പൊ ഈ തരുന്ന ആൾക്ക് എനിക്ക് ഷെയർ ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. എനിക്ക് അവർ ചുമ്മാ ഒന്നും തന്നിട്ടില്ല. അപ്പൊ കണ്ടില്ലേ, ഇങ്ങനെയുള്ള ഒരു കമന്റ്സ്, ഞാൻ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് യൂസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വാങ്ങിക്കട്ടെ, വാങ്ങിക്കാത്തൊരു വിഷയമല്ല. അപ്പൊ ഇതേപോലുള്ള വീഡിയോസ് നമ്മൾ വീണ്ടും ചെയ്യാം, വീണ്ടും അപ്ലോഡ് ചെയ്യും. താല്പര്യമുള്ളവർ വാങ്ങിക്കുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ഫോൺ കൊടുക്കുന്നത്, A20യുടെ ഈ ഫോൺ കൊടുക്കുന്നത് ഈ 5000 രൂപ വില പറഞ്ഞ ആൾക്കാണ്. അപ്പൊ അദ്ദേഹമാണ് കൂടുതൽ വില പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്ക് അയാൾക്ക് ഫോണ് കൈമാറുന്ന എക്സ്ചേഞ്ചും പുള്ളി പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ച് നോക്കിയിട്ട് അങ്ങോട്ട് നമ്മൾ കൊടുക്കും. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.